അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസാൽത്താർ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധശക്തിയാൽ കൃപാസന അഖണ്ഡ ലക്ഷങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ ജനത്തെ ആശീർവദിക്കുന്നു. ഈ പ്രഭാതത്തിലെ ആരെല്ലാം മനസ്സ് തളർന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആശീർവാദം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ നിൻ്റെ എല്ലാത്തിനും പോകുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെ മാലാഖമാരെ സാക്ഷികളെ നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിന്നോട് സംസാരിക്കുന്നവരെ ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പറന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതേണ്ട പേപ്പറുകൾ, ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകൾ കർത്താവ് ആശീർവദിക്കട്ടെ. അതിന് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം. എന്താ കാര്യം? അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം. കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ.
വർഷങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിച്ചതും കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇപ്പോഴും ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ മതി എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛനെ ഈ നിമിഷം ആശീർവദിക്കുന്നു. ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ ഭവന നിർമ്മാണത്തിനോ വഴിക്കോ വീടിനോ സ്ഥലത്തിനോ വെളിച്ചത്തിനോ വെള്ളത്തിനോ നിനക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തുവിനെ ഞാൻ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നീ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ, പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും യേശുക്രിസ്തുവിനകത്ത് മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശ്യിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരും. നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്തം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നതുവരെ കർത്താവ് നിൻ്റെ കൂടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. തിരിച്ചു വരേണ്ട സമയത്ത് പരിശുദ്ധ മാതാവ് നിന്നെ എതിരേൽക്കട്ടെ. ഈ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനതകൾക്ക് നൽകപ്പെടുക എന്നൊരു ഭയങ്കര ഒരു വാക്കുണ്ട് ബൈബിളിൽ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21:43 വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. എന്താണ് അത്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണെന്ന് നമ്മൾ 14-17 വായിക്കുന്നില്ല റോമ. അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം, ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കുമെന്ന്. പണിയായില്ലേ? സന്തോഷം നിങ്ങളെ നെടുക്കും. എന്താണ് സന്തോഷം? അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന്. അതെന്താ? ഇന്നൊരു രസമുണ്ടായി. ഇന്നൊരു സാക്ഷ്യം ഞാൻ ആൾക്കാർ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. അപ്പം അവർ ഇതില്ലേ, സാരി, ചുരിദാർ, പാവാട ഇതൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീയാണ്. അവിടെ ജോലിയാകുമല്ല, ചിലപ്പോൾ 1000-200 രൂപ ഒരു മാർജിൻ കിട്ടിയെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞ് വെച്ച് പോകുന്നൊരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവർ പാവാട എന്തോ ചുരിദാറ എന്തൊക്കെ എടുത്തു. പക്ഷെ ഒരു 5-8-10 കൃപാസന പത്രം അവർക്ക് കൊടുത്തു. നിങ്ങളിപ്പോൾ വീട് വീഴാൻ തോറും നടക്കണമല്ലേ, ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു. അവരാ കൃപാസനം പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്നു. അവരെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ ആ വീട്ടുകാരത്തി പല പ്രാവശ്യം അവരൊക്കെ ഉണ്ട്, പരിചയമൊക്കെ അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ വായിക്കുന്നുണ്ട്. അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല സുവിശേഷ വേലയാണത്. അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവരോട് ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ ഇടി മകളെ, നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഞാനിവിടെ പോകാം, ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും. കാര്യം ഈ പാവപ്പെട്ടവരുടെ ഇത് വെച്ചാണല്ലോ ജീവിക്കണത്. നിനക്ക് മനസ്സുണ്ട് പറയാം. ഉടനെ ഭർത്താവ് ചോദിക്കും, ഇങ്ങനെ ചോദിക്കണില്ല, പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. നീ പോ, ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കുന്നു. അപ്പോൾ അവരുടെ മക്കൾ, ഈ യൂറോപ്പിൽ ഇവരുടെ മക്കൾ അവിടെ യൂറോപ്പിൽ താമസിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കണുണ്ട്, അതിൻ്റെ എടുക്കണം, അതിൻ്റെ ഒരു പരിചരണം നടത്തണം. അത്രയേ ഉള്ളൂ. നല്ല കാശ് കിട്ടും. അപ്പോൾ 10-60,000 രൂപ, ഒരു 10-40,000 രൂപ മാസം കൊടുക്കും. അപ്പോൾ അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ ഇത് ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല. പക്ഷെ അവർ സാക്ഷ്യം പറഞ്ഞിട്ട് പോയെന്ന് അറിയുമോ? അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലിയൊക്കെ കിട്ടി. 3 വർഷം. അപ്പോൾ എത്രയോ 10-15 ലക്ഷം രൂപയുടെ. അപ്പോൾ അവിടെ അവർക്ക് 18 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത്. കാര്യം ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അവർക്ക് കൃപാസന താൻ ഉടമ്പടി എടുക്കാതെ തന്നെ കൊടുക്കണ പത്രത്തിൽ നിന്ന് പോലും ഇത്രയും അനുഗ്രഹമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ദൈവം നമ്മുടെ കാക്കുമല്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ കാര്യം അറിയാമോ? ഞാനിപ്പോൾ കൊടുക്കണത് ആ പത്രം ഇവർക്ക് കൊടുത്തില്ലേ, ഉടമ്പടി എടുത്തിട്ട് പോയ കക്ഷി കൊടുത്തതാണേ. അവർക്ക് ആ പത്രം മറ്റ് വീടുകളിൽ കൊണ്ടേ കൊടുക്കണത് അവർക്കതിന് സമയമില്ല, അല്ലെങ്കിൽ അവർക്കതിന് നാണക്കേട്. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് കിട്ടാനുള്ള അനുഗ്രഹമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം തരുന്ന ജനങ്ങൾക്ക് നൽകപ്പെടും. അങ്ങ് അബദ്ധം സംഭവിക്കുന്നത് കേട്ടാ. നിങ്ങളുടെ ദൈവരാജ്യം പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. 5ാമത്തെ പ്രാവശ്യം വന്ന പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് പോകുന്ന ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അത് വെടിപ്പാട് എടുക്കും.
ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല. പറയണത് എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്, എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴേ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്കി നടക്കുകയാണ് ഇതൊക്കെ കഴുകാൻ വേണ്ടി. ഈ മനുഷ്യന്മാർ മാറുന്ന മാറ്റമേ വല്ലാത്ത മാറ്റമാണ്. അത് സിമ്പിളായിട്ട് ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം എന്താണ്? അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? ദൈവമേ, നീ അല്ലാതെ എനിക്കിനി ജീവിതത്തിൽ ആരുമില്ല. ഞാനത് ചുമ്മാ പറയണതല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുവിശേഷം ജീവിക്കുകയാണ്. കർത്താവ് അമ്മ എന്താ പറഞ്ഞത്? കർത്താവ് വലിയ കാര്യങ്ങൾ, ഇപ്പം സങ്കീർത്തനത്തിൽ 126:2 വായിച്ചില്ലേ? എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അമ്മ എന്താ പറയണത്? ലൂക്ക 1:49 കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്യണത്? അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ഇതാണ് ഈ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം. ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, തറവാടിയാണ്, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സയൻറ്റിസ്റ്റാണ്, മണ്ണാങ്കട്ടിയാണ്, തേങ്ങാക്കൊലയാണ്, ഒരു കഥയുമില്ല. നീ (0 തിരിച്ചു വരണം. ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് ബൈബിളിലെ നമുക്കറിയാം ഈ ഉടമ്പടി അതിൻ്റെ ഡിമാൻഡ്സ്, അത് ആവശ്യപ്പെടുന്ന അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട്, ഇപ്പോൾ ഈ മനുഷ്യൻ കണ്ട ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കോൺഫിഡൻസ് ആയി. എന്താണ്? എനിക്ക് കഴിവില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പ്രാവശ്യം തോറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ദൈവമാണ് ഇടപെട്ടിട്ട് എന്നെ ജയിപ്പിക്കേണ്ടത്. അത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞു, ഇനി ഞാൻ ജയിക്കണമെങ്കിൽ ഫുൾ പെർസെൻ്റ് അത് നീ മാത്രമായിരിക്കും അതിൻ്റെ ഉടമയും അവകാശിയും. അപ്പോൾ ഒറ്റ എഴുത്ത് ആ മനുഷ്യൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയുടെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തേ. അതായത് ബൈബിൾ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. നമ്മൾ ബൈബിൾ ഇന്നത്തെ ബ്രീവറിയിലുള്ളതാണ്. അച്ഛന്മാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ രാത്രി ഞാൻ വായിച്ചപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ ബ്രീവറി വായിക്കണം. അപ്പോൾ അതിൻ്റെ തുള്ളതാണ് 2 തിമോത്തി 2:13. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവം എപ്പോഴായാലും വിശ്വസ്തനായിരിക്കും. പറ. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അതാണ് ഇതിൻ്റെ വിജയം. ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവം സത്യമാണല്ലോ. അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ദൈവം വരും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാകണം. അതാ വിഷയം. അതാണ് 2 തിമോത്തി 2:13 പറയണത്. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ വാക്കിന് ആ വാക്ക് അവൻ നിവൃത്തിയാക്കും. അപ്പം അതുകൊണ്ട് അത് ആ ലെവലിലേക്ക് ഈ ജെ തോമസ് എന്ന് പറയുന്ന സിയക്കാരെ വരികയാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പോൾ ഞാനെന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സഹോദരനെ പോലെ ഉടമ്പടി വിഹിതമായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സുവിശേഷ വിധികളും പ്രേക്ഷിത ദൗത്യങ്ങളും അടുത്ത ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ ഈ ആഴ്ചത്തെ ടോപ്പ് സാക്ഷ്യങ്ങളൊന്ന് ഓൺലൈൻ ഉടമ്പടിയാണ്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി അത് തുടങ്ങിയ കാലത്ത് ആൾക്കാർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വിധ ഇപ്പോഴാണ് അതിന് കൊയ്ത്ത് കാലം എന്തോ. കാര്യം ഓൺലൈൻ ഉടമ്പടി ഒത്തിരിയേറെ എ കാറ്റഗറിയിലുള്ള സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാവരും വിദേശത്തുള്ള മലയാളികളാണ് പറയണത്. കാര്യം അവർക്കെന്താ,
നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഉടമെടുക്കുന്ന പോലെയുള്ള ബലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. എന്തായാലും അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അവർ വിദേശത്തുള്ള ആൾക്കാർ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് കുർബാനയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇത്തിരി തേനും ഇത്തിരി ഉപ്പും അതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ. അത് കറക്റ്റ് കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഈ ടീന എന്ന് പറഞ്ഞ സഹോദരി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇവർ ഇവർ മെഡിക്കൽ ഫീൽഡിലെ ആളാണ്. ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നീ നോക്കണം കേട്ടോ, സാക്ഷ്യം കേൾക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അവർ ടീന പോണത് ഹസ്ബൻഡിന് അവിടെയാണ് ജോലി. പക്ഷേ ഒരാളുടെ ജോലി കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ടീനയ്ക്ക് ഇവിടെ അവിടെ ജോലി കിട്ടണം. പക്ഷേ ഇവർക്ക് പഠിച്ച ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഹാർട്ട് ഓപ്പറേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനിൽ നേഴ്സിംഗ് അതിൻ്റെ സൈഡ് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഒഴുക്കി കളയുന്ന പരിപാടിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് ഹാർട്ടിൽ ഫ്ലൂയിഡ് കെട്ടി കിടക്കും. അത് ചാനൽ ഔട്ട് ചെയ്ത് കളയണ ജോലിയാണെങ്കിൽ അത് ആ ജോലിക്ക് അവിടെ സ്കോപ്പില്ല. അപ്പോൾ അവളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൾ ചെന്ന് അവിടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണത് എന്താണ്, ഫുഡ് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലണത്. ഫുഡ് ടെക്നോളജിക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, ഭർത്താവുണ്ട്, അവർക്ക് ജോലിയില്ല, അവൾ വിഷമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യണത്? ആൻറ്റി 4 കൃപാസനം പത്രം കൊടുത്ത് വിടും. എന്നിട്ട് ആൻറ്റി പറയേണ്ടൊരു വാക്കുണ്ട്, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് കൈവിട്ട് പോണവരോട് അവർ നമ്മുടെ കൺമറഞ്ഞ് പോകേണ്ട അവർ, പിന്നെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മളെന്താ പറയണത്? അമ്മ കൂടെ പോകണമേ, ഞങ്ങൾക്ക് ഇനി അവരെ സ്കൈപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വല്ലതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാവുന്നില്ല, അത് ഒന്നും പ്രയോജനമില്ല. അവർ ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിജീവിക്കണമെങ്കിലും അമ്മ തന്നെ പോകണം. അതിനെ ഇവിടെ ഇരിക്കുന്ന പത്രം കൊടുക്കുക, അത് വിശ്വാസമാണ്. കാര്യം എന്താണ്? ഈ കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നത് എന്താ കാര്യം? ജനങ്ങളെ പത്രം പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് അത് പ്രേക്ഷിത പ്രവർത്തനോട് ഷെയർ ചെയ്യും. അങ്ങനെ സത്യസന്ധമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൻറ്റി പറയും, ഇത് 4 പത്രമാണ്, ഇത് ഞാൻ നിനക്ക് തരണത്, അമ്മ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. പക്ഷെ അവളെന്ത് ചെയ്യുക? കൊടുത്ത ആൾ കറക്റ്റായിരുന്നു. ടീന അതുപോലെ തന്നെ വിശ്വസിക്കും. ടീന അവിടെ ചെന്നിട്ട് ഈ സംഭവം ഈ ഫുഡ് ടെക്നോളജിയിലെ അവരുടെ പാർട്ടി വിഷയം എടുത്ത് പഠിക്കും. അയാൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമൊക്കെ അവൾ ബേസിക്കായിട്ട് കുമ്പസാരം കുർബാനയും ജപമാല പ്രാർത്ഥനയൊക്കെ ഉള്ള കക്ഷിയാണ്. പക്ഷേ ഇപ്പോഴൊരു വിഷയം വന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് കൈ കിട്ടണത് എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ പേര് അപ്ലോഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ഇവളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ അനോയിൻറ്റിങ് ആയി. ഇതിനകത്ത് വരുന്ന വിഷയം അതാണ്. ഒക്കെ ഫീൽ ചെയ്ത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അമ്മയുടെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്ന സമയത്ത്, രാത്രി വായിക്കുമ്പോൾ സമയത്തൊക്കെ മുഴുവൻ അഭിഷേകമാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നതാ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത് ഉടമ്പടിക്ക് മുമ്പ്, 6 മാസം മുമ്പ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടി അല്ല, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയിക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ട. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓൺലൈൻ ഉടമ്പടി ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളിന് അഭിഷേകമായി. പക്ഷേ ഒരു പ്രശ്നം, അവർക്ക് തിരി കത്തിച്ചിരിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ പച്ചത്തിരി നീലത്തിരി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിരുന്നത് ഒരു സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയാണ്. വെള്ളത്തിരിയുണ്ട്, അതുപോലെ സ്വർണ്ണ പെയിൻ്റ് അടിച്ച തിരിയാണ്. അലങ്കാര തിരിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, അതുപോലെ ഒരു തിരിയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കണമെന്നാൽ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിന് ബാധകമല്ല. ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടുന്നവർക്ക് നീലത്തിരി കിട്ടത്തില്ല. നമുക്കല്ലേ ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിക്കല്ലേ നീലത്തിരി കിട്ടത്തുള്ളൂ. പക്ഷേ അമ്മ ഇത് നീലത്തിരി അല്ലല്ലോ എന്ന് ഓർത്ത് ഇവൾ സങ്കടപ്പെടും. ഉടനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളത്തിരി അങ്ങ് നീലത്തിരിയായിട്ട് മാറും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മ തന്നിരിക്കുന്ന ഓരോ കളർ പോലും അമ്മ ഓൺ ചെയ്യുന്നുണ്ടത്. പച്ചത്തിരി എന്ന് വെച്ചാൽ പച്ചത്തിരി, നീലത്തിരി എന്ന് വെച്ചാൽ നീലത്തിരി. ഇതെല്ലാം ആദ്യ നിമിഷങ്ങളിൽ അമ്മ തന്ന ഓർഡറുകളാണ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൈമാറി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരം മാത്രമേ ആ സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉടമ്പടി ജീവിക്കുന്നവരാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി ജീവിക്കാൻ ചുമ്മാ തിരികെ കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കണവർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്നത് എന്താണ്? അവർ ഓൺലൈൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നീലത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിരി, സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയെ തന്നെ അമ്മ, അത് നമുക്ക് കാണാം, അവർക്ക് അവർ പൊക്കിങ്ങനെ ക്യാമറയെ കാണിക്കുന്നുണ്ട് എൻ്റെ സ്വർണ്ണത്തിരി എങ്ങനെയാണ് നീലത്തിരിയായി മാറിയെന്ന്. അത് നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്ര കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു തെളിവാണ്.
എന്നിട്ട് ഈ കുഞ്ഞ് ചെയ്യണമെന്താ വെച്ചാൽ അവൾ 2 കൊച്ചുമക്കളായിട്ടുകൊണ്ടാണ് ജോലി പഠിക്കണത്, ഫുഡ് ടെക്നോളജി പഠിക്കണത്. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറികളുള്ളത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ പോയി അവൾക്ക് ജോലി കിട്ടി. പക്ഷേ ആ ജോലി കൊണ്ട് അവൾക്ക് മേൽക്കയറ്റം ഒന്നും കിട്ടണില്ല. ഒരു മിനിമം ശമ്പളത്തിൽ ജോലി കിട്ടിയ ആളിനെ, പക്ഷേ മേൽക്കയറ്റമില്ല. ആ മേൽക്കയറ്റമില്ലാതെ വന്നപ്പോഴേ അവൾ അവരോട് ചോദിച്ചു, എൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുക. പറയും, നിങ്ങൾക്ക് വർക്കിൻ്റെ കൺസിസ്റ്റൻസി ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീച്ചർ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയും. ഇതിവിടെ ഈ കമ്പനി ഫീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സായിപ്പ് പറയും. ഉടനെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻ്റർവ്യൂ ചെയ്യും. അടുത്ത കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കമ്പനി അവർക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 7 ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഈ കൃപാസനം പത്രം കൊണ്ടുപോയി ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് വെക്കും. എന്താണ് അത്? പത്രമല്ലെന്ന് നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യമാണ്. അതാ സംഭവം. 7ാമത്തെ ഇൻ്റർവ്യൂവിനെ അടിച്ച് കുതിച്ച് കയറും. അമ്മ ഇവളെ പൊക്കിയെടുത്ത് ആ കമ്പനിയിൽ ജോലി കൊടുക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഓർക്കണം, ആ പുതിയ കമ്പനിയിൽ അവർ പറയണത് അവിടുത്തെ ന്യൂസിലൻഡ് സായിപ്പന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്കാണ് അമ്മ അവളെ നിയമിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതെല്ലാം നമ്മളെ വചനം വായിക്കുമ്പോൾ രസമാണ്. അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ take the word of God, take the word of God. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യെശയ്യാ 58:14. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. യെശയ്യാ 58:14. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഐ വിൽ എന്ന് ചേർത്ത് സവാരി ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം പ്രോമിസാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ നിങ്ങൾക്ക് ജോലി കയറ്റം വേണമെന്ന് പറയണത് അഹങ്കാരമൊന്നുമല്ല, അത് പ്രോമിസിലുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയണം, അത് പ്രോമിസിലുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനം. ലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെയാണ്, പക്ഷേ അവിടെയും ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിങ്ങളെ സവാരി ചെയ്യിക്കും, യാത്ര ചെയ്യിക്കുമെന്നാണ്. അത് 58:14 സങ്കീർത്തനത്തിൽ യെശയ്യായിലുള്ളതാണ്. അപ്പോൾ ജോലിയുള്ളവരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, പ്രൊഫസർമാരായാലും ശരി, ഫാക്ടറി ജീവനക്കാരായാലും ശരി, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യണത് അവിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നതിന് നിസ്സാരമായ കാര്യമാണ്. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കാര്യം എന്താണ്? അത് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട, കഴിഞ്ഞ ദിവസം ഇവിടെ അഞ്ചു ആൻ്റണി എന്നും പറഞ്ഞൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു. വലിയ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ സാക്ഷ്യമല്ല, എന്നാൽ നമുക്ക് റെഫർ ചെയ്യാവുന്നൊരു കുറേ അധികം പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്. അഞ്ചു ആൻ്റണി ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. റാങ്കിൽ പഠിച്ചു വന്ന, എല്ലാ ബാച്ചിലും റാങ്ക് കിട്ടി പഠിച്ചു വന്ന എറണാകുളം കാര്യത്ത് ഏലൂർ സ്വദേശിയായ ഒരു എയറോനോട്ടിക് എഞ്ചിനീയറാണ്. എയറോനോട്ടിക് എഞ്ചിനീയർ വിമാനത്തിൻ്റെ എഞ്ചിൻ സൈഡ് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ആളിന് ജോലിയില്ല. ജോലിയില്ലാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ റാങ്കിൽ ആൾ പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടേണ്ടതാണ്. ജോലി കിട്ടിയില്ല. പിന്നെ കല്യാണമായി, പിന്നെ പ്രസവമായി, കുട്ടികളെ വളർത്തലായി, നല്ല ഗ്യാപ്പായി പോയി. നിങ്ങൾക്കിത് എല്ലാവർക്കും എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ ജീവിതം ചുമ്മാ ദുരന്തമായി പോവുകയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടിയെപ്പോലെ ആകാൻ പോവുകയാണ്. എന്താ കാര്യം? ഒരു കല്യാണം വന്നു, പിന്നെ കുട്ടികളായി, പിന്നെ വളർത്തി കഴിഞ്ഞപ്പോൾ ഗ്യാപ്പായി, കരിയർ ഗ്യാപ്പ് വന്നു. കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽസിന് അറിയാം, കരിയർ ഗ്യാപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഒരിക്കലും കരിയർ ഗ്യാപ്പിനാണ് എപ്പോഴും ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗൺ പോയിൻറ്റിലാക്കുന്ന ഒരു സംഭവം കരിയർ ഗ്യാപ്പാണ്. എന്നുവെച്ചാൽ കരിയർ ഗ്യാപ്പോടുകൂടി എന്ത് വരും? ഉടമ്പടി ഞങ്ങൾ സടകുടഞ്ഞ് എഴുന്നേക്കും. എന്താ കാര്യം? നിൻ്റെ മെറിറ്റ് പോയല്ലോ. അതാണ് പ്രശ്നം. കരിയർ ഗ്യാപ്പിൽ നിനക്ക് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ കല്യാണം കഴിക്കണ്ടേ? ഇപ്പോൾ വെള്ളം നല്ലതാണ്, അത് വെള്ളത്തിൽ കിടക്കണം അല്ലേ? അപ്പോൾ എന്ത് പറ്റും? വള്ളത്തിന് തുഴഞ്ഞു പോകാൻ പറ്റും. പക്ഷേ വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വള്ളം മുങ്ങിപ്പോവും. ഇപ്പോൾ നമ്മൾ പഠിക്കണത് എന്തിനാണ്? ജീവിക്കാനാണ്. ജീവിതമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറ്റും? പഠിച്ചു, പണമുണ്ട്, പക്ഷേ ജീവിതമില്ല. അപ്പോൾ എന്ത് പറ്റി? പ്രൊഫഷൻ ജീവിതത്തെ അങ്ങ് വിഴുങ്ങും.
പ്രൊഫഷൻ ജീവിതത്തെ വിഴുങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷൻ നോൺസെൻസായിട്ട് മാറും. അപ്പോൾ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ കരിയർ പോയി, പ്രൊഫഷൻ പോയി. അത് എൻ്റെ മക്കളിത് അത് നിങ്ങൾ ദൈവത്തെ ശരിക്കും സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നോക്കണത് എങ്ങനെ നിന്നെ മെരിറ്റിൽ നിന്ന് ഔട്ടാക്കാവുന്ന നോക്കണത്. ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ, എവിടെ സർക്കാർ നിയമമായാലും പ്രൊഫഷൻ്റെ നിയമമായാലും എല്ലാ നിയമങ്ങളും എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്നെ ഡീമെറിറ്റിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിൻ്റെ ലൈഫ് സമ്മർദ്ദത്തിലാക്കി കോമ്പറ്റീഷനിലാക്കി നിന്നെ ഔട്ടാക്കുകയാണ്. നിയമങ്ങൾ എന്ത് ചെയ്തതാണ്? ആരെയും രക്ഷിച്ചിട്ടില്ല, ഔട്ടാക്കിയതാണ് ചെയ്യണത്. ഈ നിയമം മനുഷ്യനെ ഔട്ടാക്കും. അത് ആത്മീയ നിയമമായാലും ശരി, അത് പാലിക്കാൻ പറ്റാവുന്ന നമ്മൾ പാപിയായില്ലേ, തീർന്നില്ലേ പരിപാടി. ആത്മീയ നിയമം, പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാവുന്ന നമ്മൾ എന്ത് ചെയ്യും? സിന്നറായിപ്പോയി, ഔട്ടായി. നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് ഔട്ടാകണ പോലെ ഔട്ടായി. നിയമങ്ങളെല്ലാം മനുഷ്യനെ ഔട്ടാക്കുകയുള്ളൂ, എന്ന് വെച്ചാൽ അയോഗ്യമാക്കി കളയും. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായതാണ്. മോശ വഴി ഉണ്ടായ സംവിധാനം പലപ്പോഴും അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നീ വിന്ന, അല്ലെങ്കിൽ നീ ഔട്ടായി പോകും. അപ്പോൾ ഔട്ടാകുന്നവരുടെ എണ്ണം കൂടുതലാണ്, അല്ലേ? എല്ലാവരും ഇന്നാവെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം വരുന്നത്. നിയമത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. 100 പേര് ഈ നിയമത്തിൻ്റെ ഫ്രെയിമിലൂടെ കടത്തി വിട്ടാൽ 70 പേര് ഔട്ടാകും, 30 പേര് അകത്താകും, യോഗ്യരാകും. അപ്പോൾ 70 പേര് ദൈവം സൃഷ്ടിച്ചതല്ലേ, അവരുടെ ഭാവി എന്ത്? അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതൽ എന്ത്? അതുകൊണ്ട് വചനം പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൈയെട്ടിച്ച് കർത്താവിനെ നിയമം മോശ വഴി ഉണ്ടായി. യോഹന്നാൻ 1:17. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. പറഞ്ഞേ, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ മോശ വഴി നൽകപ്പെട്ട നിയമത്തിലൂടെ ആ നിയമം തന്നെ ഈ നിയമജ്ഞന്മാരും പരിസയന്മാരും ചെന്നിട്ട് ആ നിയമത്തെ അവർ പിന്നെയും സങ്കീർണമാക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാവും, അല്ല? എല്ലാ ദിവസങ്ങളിലും തന്നെ ആരെങ്കിലും ഒരു പ്രതിയോഗിയും യേശുവായിട്ട് ഫൈറ്റ് നടത്തുന്ന കാണാം. കാര്യം കർത്താവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു നിഴല് പോലെ ഇവരിങ്ങനെ തൂങ്ങിക്കെട്ടി പുറകെ നടക്കുന്ന ആൾക്കാരെ കാണാം. അവസാനം വരെ ഉണ്ടത്. കാര്യം ഇവർ നിയമങ്ങൾ സങ്കീർണമാക്കിയിട്ട് ഭൂരിഭാഗം മനുഷ്യരെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളും പുറംപോക്കിനും കളഞ്ഞ ആൾക്കാരാണ്. എന്താ കാര്യം? നിയമം സങ്കീർണമാക്കുന്ന അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ സാബത്തിൽ ഒരു നിയമമുണ്ട്, അല്ലേ? നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് സാബത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതൊരു നിയമമാണ്. ഇറ്റ്സ് ഓക്കെ. ആ നിയമത്തിൻ്റെ പെരുക്കങ്ങൾ എന്തുമാത്രം വന്നെന്നറിയാം? 3850 പെരുക്കങ്ങൾ വന്നതിൻ്റെ ആ നിയമം വ്യാഖ്യാനിക്കാൻ വേണ്ടി നിയമജനം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഒരു സാബത്തിൽ ചെറിയ നമ്മൾ ബൈബിൾ വ്യാഖ്യാന പുസ്തകം വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നത് റബ്ബിയുടെ പുസ്തകത്തിൽ. അതായത് ഒരുത്തൻ്റെ ചെരുപ്പ് സൂര്യാസ്തമയം വരെയാണല്ലോ ഈ സാബത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ്റെ ചെരുപ്പ് വള്ളി പൊട്ടിപ്പോയി. അപ്പോൾ അതിനകത്ത് വള്ളി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? യാത്രക്കാരൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ സാബത്താണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ലേവ്യ പുസ്തകത്തിൽ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ നിയമത്തിൻ്റെ സങ്കീർണത പറഞ്ഞത് അങ്ങനെയാണ്. പെരുക്കം വരുന്നത് അങ്ങനെ ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭാരമുള്ള ജോലികൾ. അപ്പോൾ വള്ളി പൊട്ടിയ ചെരുപ്പ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതെടുത്താൽ ചുമടായി പോകത്തില്ലേ? അപ്പോൾ അത് പാപമായി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് പറയും, യഹൂദന്മാരെന്ത് ചെയ്യും? വള്ളി പൊട്ടിയാൽ ആ അസ്തമിക്കണ വരെ ആ ചെരുപ്പ് വള്ളി പൊട്ടിയ ചെരുപ്പിൻ്റെ അടുത്ത് നിൽക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ ഭാരം തന്നെ, ജീവിതഭാരം തന്നെ. കണ്ടില്ലേ? നിങ്ങളാണെങ്കിൽ കൃപാസനത്തെ വെച്ച് വള്ളി പൊട്ടിക്കാൻ മിക്കവാറും ആൾക്ക് ഞങ്ങളിവിടെ 10-15 ചെരുപ്പൊക്കെ എല്ലാ ദിവസവും കെട്ടിക്കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഇതെല്ലാം കൂട്ടിയിടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പരിപാടി എന്തറിയാമോ? ചിലരുടെ ചെരുപ്പ് മാറിപ്പോകും. ചില ആൾക്കാർ പഴയ ചെരുപ്പാണ് തന്നെ ഇവിടെ വരുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകും. അത് ചിലപ്പോൾ നടന്ന് ഞങ്ങൾ പറയണില്ല വേറെ ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുന്ന പറയത്തില്ല. ഉടമ്പടി ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ആരെങ്കിലും പുതിയ വേറെ ആൾക്കാർ നല്ല ചെരുപ്പ് അല്ലെങ്കിൽ പിന്നെ കക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ഒത്തിരി ചെരുപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ പോയി കഴിയുമ്പോൾ 5 മണിയാകുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും കുറേ ചെരുപ്പുകൾ ഇങ്ങനെ. അപ്പോൾ രാത്രി 9 മണിക്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ചാക്കലിക്കടി കൊണ്ട് മരച്ചുവിട്ടിടും. അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതം സങ്കീർണമാക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മെറിറ്റില്ലാത്ത ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ നിയമം സങ്കീർണമാകുന്നതോടുകൂടി എന്ത് പറ്റും?
നിയമം ടൈറ്റായി കഴിഞ്ഞാൽ ആനുകൂല്യം അർഹിക്കാത്ത ആൾക്കാരുടെ എണ്ണവും അവകാശികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരും. അവകാശികളുടെ എണ്ണം കുറഞ്ഞു വരും. ബാക്കി അപ്പോൾ കുറഞ്ഞു വരുമ്പോഴും അതേസമയം തന്നെ അവകാശികളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം പ്രാപിക്കാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും, യോഗ്യതയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും. ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ജീവിത ദുരന്തമാണ്. അതായത് ഈ നിയമം സങ്കീർണമാകുകയും അതുപോലെ തന്നെ അത് അവകാശം പ്രാപിക്കാൻ കഴിവില്ലാത്തവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ നിസ്സഹായരായി പോകും. അപ്പോൾ ഈ നിസ്സഹായരായ ജനം ദൈവത്തിൻ്റെ ഒരു ടാർഗറ്റാണ് എപ്പോഴും. അവിടുത്തെ ജനം നിസ്സഹായരും പരിഭ്രാന്തരുമാണെന്ന് പറഞ്ഞു. യേശു അപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കാനുള്ള അവൻ ജനക്കൂട്ടത്തെ കണ്ടു. ആ ജനക്കൂട്ടം നിസ്സഹായവും ആരും സഹായിക്കാനില്ലാത്തവരും. പിന്നെന്താണ്? ആരും സഹായിക്കാനില്ലാത്തെങ്കിൽ പിന്നെ അടുത്ത വികാരം എന്താ പറയണത്? പരിഭ്രാന്തരെ. വചനം അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു ജീവിതാവസ്ഥയാണ്.